അയ്യോ, അമ്മയുടെ കാര്യമൊക്കെ പറയാതിരിക്കുന്ന നല്ലത്. അമ്മയുടെ കാര്യം നമ്മൾ കുറെ ഈ കഴിഞ്ഞ 8 വർഷമായി അമ്മയും അച്ഛന്മാരും ഒക്കെ അടങ്ങുന്ന സംഘടനകളുടെ എല്ലാവരുടെയും തീരുമാനമൊക്കെ നമ്മൾ കണ്ടതാണ്. എല്ലാവരും അവളോടൊപ്പവുമാണ് അവനോടൊപ്പവുമാണ് എന്ന് പറയുന്ന ഒരു സംഘടനയല്ലേ അമ്മ? അതെങ്ങനെയാണ് സാധിക്കുക? ഒരു ശരിയോടൊപ്പം ഒരു തെറ്റിനോടൊപ്പം എങ്ങനെയാണ് സഞ്ചരിക്കാൻ സാധിക്കുക? അതും ഒരു പെണ്ണ് പോലും ആ സംഘടനയില് ഒരു പെണ്ണ് പോലും അവളെ കാണാൻ പോയിട്ടില്ല. ഇത് സാങ്കേതികമായി അവർക്ക് ഈ ദിലീപിനെ തിരിച്ചെടുക്കുന്നത് സാങ്കേതികമായി ശരിയെന്ന് അവർക്ക് വാദിക്കാമല്ലോ. കാരണം കോടതി നമ്മുടെ നീതിന്യായ വ്യവസ്ഥയിൽ ഒരു കോടതി ഒരാളെ കുറ്റവിമുക്തനാക്കുന്നു. അപ്പോൾ സ്വാഭാവികമായും സാങ്കേതികമായി അവർക്ക് ദിലീപിനെ തിരിച്ചെടുക്കാവുന്നതല്ലേ? ആ ന്യായത്തിന് എന്ത് മറുപടിയാണ് നമുക്കുള്ളത്? ഈ പരമോന്നത കോടതിയാണോ? പരമോന്നത കോടതി എന്ന് പറയുന്നത് സുപ്രീം കോടതിയാണ്. ഈ കേസിൽ പല വീഴ്ചകളും ഇവിടെ സംഭവിച്ചിട്ടുണ്ടായിരിക്കാം. പല സാക്ഷികളെ മൊഴി മാറ്റിയിരിക്കുന്നു. പലയിടത്തും പണം ഒഴുകിയിരിക്കുന്നു. ഒരു സംഘടനയുടെ പ്രതിനിധി സ്റ്റുഡിയോയിൽ വെച്ച് വളരെ ഓപ്പൺ ആയിട്ട് പറഞ്ഞു, പുല്ലുപോലെ അവനെ ഊരിക്കൊണ്ടുപോരും, പുല്ലുപോലെ ഊരിക്കൊണ്ടുപോരും. അപ്പോ ഒരു കീഴ്ക്കോടതിയുടെ വിധി അനുസരിച്ചാണോ തീരുമാനമെടുക്കേണ്ടത്? എന്താണ് ഇവർക്ക് ബാക്കിയുള്ള 8 വർഷം അവർ കാത്തിരുന്നില്ലേ? ബാക്കി വർഷം കൂടെ കാത്തിരുന്നാൽ ഇവർക്ക് എന്താണ്? ആ വേദനിക്കുന്ന പെൺകുട്ടിക്ക് ഒരു സപ്പോർട്ട് കൊടുക്കണ്ടേ? ഞങ്ങളുണ്ട് നിന്നോടൊപ്പം എന്ന് പറയണ്ടേ? ഈ രാഷ്ട്രീയ നേതൃത്വത്തിന്റെ പിന്തുണ കൂടി ഇപ്പോൾ ദിലീപിലേക്ക് പോകുന്നു എന്നുള്ളൊരു വിമർശനം താങ്കൾക്കുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്.